ഡൽഹിയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ലോക് ഭവനിലേക്ക് കോൺഗ്രസ് മാർച്ച് പ്രകടനം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതൃത്വത്തെ ആക്രമിച്ചവർ ചെയ്യാൻ പരിശ്രമിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം രാജ്യത്തൊട്ടാകെ ഏലടിക്കുകയാണ്. സമാധാനപരമായ മാർച്ചിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്യുന്ന ഈ മാർച്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക അഭിവാദ്യങ്ങൾ. ഈ സമരം ആളിപ്പടരും. ഈ പ്രതിഷേധാഗ്നി നാളെ കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ എല്ലാവരും തയ്യാറാകണം. സമാധാനപരമായ സമരമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി ഉയർത്തുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, രാജ്യത്തെ ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ നരാധമ ഭരണത്തിനെതിരെ അങ്ങ് തലസ്ഥാനത്ത് നരേന്ദ്രമോദിയുടെ വസതിക്ക് മുൻപിൽ രാഹുൽ ഗാന്ധി, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ, മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ, ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തെ വലിച്ചിഴക്കുന്ന രീതിയിൽ, ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന രീതിയിൽ, ജനാധിപത്യത്തെ രക്തത്തിൽ മുക്കിക്കൊല്ലുന്ന രീതിയിലേക്കുള്ള ഒരു നയമായി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഡൽഹി പോലീസ് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ രാജ്യത്തിന്റെ തെരുവുകൾ സമര കലുഷിതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി വലിയ രീതിയിലേക്കുള്ള സമര പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും NSC ഉൾപ്പെടെയുള്ള സംഘടനകൾ രാജ്യത്തിന്റെ തെരുവുകളിൽ സജീവമായി നിൽക്കുന്നുണ്ട്. ഒരു വർഷക്കാലത്തിനിടയിൽ 100-ൽ കുറയാതെ വിദ്യാർത്ഥികൾ ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുമ്പോഴും അവരുടെ കണ്ണീര് ഈ രാജ്യത്തിന്റെ മണ്ണിൽ വീഴുമ്പോഴും നരേന്ദ്രമോദിക്ക് അതെല്ലാം കണ്ട് ആർത്തുല്ലസിച്ച് തട്ടഹസിച്ചുകൊണ്ട് പോകുന്ന ജനാധിപത്യ വിരുദ്ധതയെ രാജ്യത്തിന്റെ തെരുവുകളിൽ യുവാക്കൾ ചോദ്യം ചെയ്യുമ്പോൾ, വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുമ്പോൾ, അത് ലാത്തി കൊണ്ടും തോക്കുകൊണ്ടും ബയണറ്റ് കൊണ്ടും പീരങ്കി കൊണ്ടൊക്കെ നേരിടാമെന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വ്യാമോഹമാണ്. ഇന്നലെ ദില്ലിയിൽ പൊടിഞ്ഞ രക്തത്തുള്ളികൾക്ക് ഈ രാജ്യത്തെ മുഴുവൻ യുവാക്കളുടെയും ചെറുപ്പക്കാരുടെയും പിന്തുണയുണ്ട് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ഭാവി തലമുറയുടെ പ്രതിഷേധമാണ്. നരേന്ദ്രമോദി എന്ന നരാധമനെ അധികാരത്തിൽ നിന്ന് താഴെ വലിച്ചിടുന്ന നാളുകൾ വരെ ഈ രാജ്യത്തെ ചെറുപ്പക്കാരും യുവാക്കളും എല്ലാം സമര കലുഷിതമായിക്കൊണ്ട് മുന്നോട്ട് മാത്രം പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്നു വന്ന മുഴുവൻ വിദ്യാർത്ഥി യുവജന നേതാക്കന്മാരെയും കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെയും മുഴുവൻ പൊതുസമൂഹത്തെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പോരാട്ടങ്ങൾക്ക് വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ, ആശംസകൾ. ജയ് KSU. തിരുവനന്തപുരത്ത് KSU പ്രവർത്തകർ ലോക് ഭവനിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എറണാകുളത്ത് തൃപ്പൂണിത്തുറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MG റോഡ് ഉപരോധിച്ചു. വാഹനങ്ങൾ തടഞ്ഞ പ്രവർത്തകരെ പോലീസ് നീക്കാൻ ശ്രമിച്ചതോടെ സ്ഥലത്ത് സംഘർഷമുണ്ടായി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ക്രൂരമായി കയ്യേറ്റം ചെയ്ത് അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നഗരത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് കൃഷിമന്ത്രി T. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് പലയിടങ്ങളിലും മാർച്ചുകൾ നടന്നു. കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോർത്ത് കാരശ്ശേരിയിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ DCC ജനറൽ സെക്രട്ടറി MT അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മുഖത്ത് പ്രതിഷേധ പ്രകടനം DCC ജനറൽ സെക്രട്ടറി BP റഷീദ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഷെറിൻ ദാസിന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി പ്രതിഷേധാർഹവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഡൽഹി പോലീസ് നിരത്തിൽ വലിച്ചിഴച്ചതും പ്രിയങ്ക ഗാന്ധിയെ പുരുഷ പോലീസ് തടഞ്ഞതും നിരവധി MPമാർക്ക് നേരെ കയ്യേറ്റമുണ്ടായതും അതീവ ഗൌരവത്തോടെയാണ് കാണേണ്ടത്. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ഉയർത്തുന്ന ശബ്ദം രാജ്യത്തിന്റെ ജനങ്ങളുടെ വികാരവും ആശങ്കയുമാണ്. അതിനെ ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്താമെന്ന് കരുതുന്നത് മൗഢ്യമാണെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. രാജ്യതലസ്ഥാനത്ത് നടന്നത് പോലീസിന്റെ നരനായാട്ടെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിനെ ശക്തമായി അപലപിക്കുന്നു. അഹങ്കാരത്തിന്റെ ഭാഷയിൽ BJPയും കേന്ദ്ര സർക്കാരും പ്രവർത്തിക്കുന്നു. ചർച്ചയ്ക്ക് സഭയ്ക്കകത്തും പുറത്തും കേന്ദ്രം തയ്യാറാകുന്നില്ലെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.